ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ശത്രുവായാൽ പോലും തെറ്റുകളേറ്റു പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കുക, അതൊരു മര്യാദയാണ്. പറഞ്ഞു വരുന്നത് കെ സുരേന്ദ്രൻ എന്ന ശബരിമല നായകനെ കുറിച്ചാണ്. കെ സുരേന്ദ്രൻ ശത്രുവാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ശബരിമല നായകൻ മനോരമയുടെ നേരെ ചൊവ്വേ എന്ന പ്രോഗ്രാമിൽ അവതാരകന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഏറ്റവും സങ്കടം തോന്നിയത് തന്നെ പൊതുജനം ഉള്ളിസുരു എന്ന് വിളിക്കുമ്പോഴാണ്. അതിൻ്റെ കാരണവും കെ സുരേന്ദ്രൻ മനസ്സിലാക്കുക. കാരണം അതിൽ വളരെ വികാരഭരിതനായിട്ടാണ് കെ സുരേന്ദ്രൻ ആ കാര്യം പറയുന്നുള്ളത്. സമ്മതിച്ചു, ചിലപ്പോൾ വേദനിച്ചിരിക്കാം. ആ വേദനയുടെ പിന്നാമ്പുറ കഥകളൊന്ന് കെ സുരേന്ദ്രൻ പഠിക്കേണ്ടതുണ്ട്. രാജ്യത്തുടനീളം ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കടന്നു വരുന്നു, ഒരുപാട് പോസ്റ്റുകൾ നിക്ഷേപിക്കുന്നു. ആ സമയം പൊതുജനം ഒരു പോസ്റ്റ് അങ്ങ് കെ സുരേന്ദ്രൻ ഇട്ട് കൊടുക്കുകയാണ്. കെ സുരേന്ദ്രൻ പൊറോട്ടയുടെ കൂടെ ബീഫ് റോസ്റ്റും കൂട്ടി തട്ടുന്ന ഒരു അടിപൊളി ഫോട്ടോ. ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നതോടുകൂടി കെ സുരേന്ദ്രനാകെ അങ്കലാപ്പിലായി. ഉടൻ തന്നെ അനുയായികൾ വന്ന് പറയാൻ തുടങ്ങി അത് ബീഫ് റോസ്റ്റ് അല്ല, മറിച്ച് ഉള്ളിക്കറിയാണെന്ന്. അങ്ങനെ ആ ഉള്ളിക്കറി ഒടുവിൽ ഉള്ളിസുരുവായി മാറിയ സംഭവം കെ സുരേന്ദ്രന് തന്നെ വ്യക്തമായി അറിയാം. അങ്ങനെ ഒരുപാട് വിഡ്ഢിത്തങ്ങൾ, ശബരിമലയിലെ നാടകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് കാരണമായ ചില നീക്കങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൊതുജനം അങ്ങനെയുള്ള ഒരുപാട് നാമങ്ങൾ മുന്നോട്ട് വെച്ച് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പെരുമാറിയിട്ടുള്ളത്. അതിൻ്റെ കാരണക്കാരൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളിൽ നന്മയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുജനം ഉള്ളിസുരു എന്ന് പേര് മറന്നേക്കും. അത് മറപ്പിക്കേണ്ടത് കെ സുരേന്ദ്രൻ്റെ ആവശ്യമാണ്. ഒരു പൊട്ടിക്കരച്ചിലൂടെ പൊതുജനം അത് മറന്നു പോകില്ല. മറിച്ച് ഇനിയുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് മതേതരത്തെ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പൊതുജനം തന്നെ ആ ഉള്ളിസുരു എന്നുള്ള പേര് മാറ്റി നന്മയുള്ള ഏതെങ്കിലും ഒരു പേരുപയോഗിച്ച്, നാമം ഉപയോഗിച്ച് കെ സുരേന്ദ്രനെ അഭിനന്ദിക്കും, അഭിസംബോധന ചെയ്യും. അങ്ങനെയുള്ള ഒരു മുഹൂർത്തത്തിന് വേണ്ടി സുരേന്ദ്രൻ തയ്യാറാവുക. ആ മുഹൂർത്തത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ നേരെ ചൊവ്വ എന്ന പ്രോഗ്രാമിലൂടെ കെ സുരേന്ദ്രൻ പറഞ്ഞ ആ വാക്കുകൾ, എന്നെ ഉള്ളിസുരു എന്ന് വിളിക്കുന്നത് വിഷമമാക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ സ്വാഭാവികമായിട്ട് കേരള ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുജനം ആ വാക്കുകളിൽ മാറ്റം വരുത്തുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.